വാർത്ത നിലനിൽക്കും. അത് ചൂടേറെ ചർച്ചയാവുകയും ചെയ്യുമെന്നുള്ള തരത്തിൽ സംശയമില്ല. ഇനിയും ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതികളുടെ മകൾ മാളവിക ജയറാം വിവാഹിതയായി. ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹം. ഇന്ന് പുലർച്ചെയായിരുന്നു വിവാഹം നടന്നത്. രാജു ഗുരുവായൂർ. രാജു ഗുരുവായൂരാണ് ചേരുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ നൽകാൻ. രാജു, ജയറാമിനെയും പാർവതിയൊക്കെ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. മാളവിക, കാളിദാസൻ എല്ലാവരും. ഇത് എപ്പോഴായിരുന്നു വിവാഹം? മറ്റ് പ്രമുഖർ ആരെങ്കിലും എത്തിയിരുന്നോ? നമസ്കാരം എൽദോ. ചലച്ചിത്ര താരങ്ങളായ ജയറാം പാർവതി ദമ്പതിമാരുടെ മകൾ മാളവിക ജയറാമിന്റെ വിവാഹമാണ് ഇന്ന് രാവിലെ 6:30 ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടന്നത്. 1-ാം നമ്പർ കല്യാണ മണ്ഡപത്തിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. പാലക്കാട് നെന്മാറ സ്വദേശി നവനീത് ഗിരീഷാണ് വരൻ. ഇവരുടെ വിവാഹ നിശ്ചയം നേരത്തെ തന്നെ കോന്നിയിൽ വെച്ച് നടന്നിരുന്നു. ബന്ധുമിത്രാദികളും മറ്റു നടീനടന്മാരും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ ഗുരുവായൂരിൽ വെച്ചാണ് ഈ താരദമ്പതികളായ ജയറാമിന്റെയും അതേപോലെ തന്നെ പാർവതിയുടെയും വിവാഹം നടന്നത്. 1992 സെപ്റ്റംബർ 7-നായിരുന്നു താരങ്ങളുടെ വിവാഹം. അതുപോലെ തന്നെ മകളുടെ വിവാഹവും ഇവിടെ വെച്ച് നടത്തുന്നു എന്നുള്ളത് ഏറെ കൗതുകരമായ ഒരു കാര്യമാണ്. രാവിലെ 6:15 ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിൽ വാഹനത്തിലെത്തിയ ശേഷം തെക്കേ നടപ്പന്തലിലൂടെ നടന്ന് വിവാഹ മണ്ഡപത്തിൽ എത്തിയായിരുന്നു വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. ജയറാം, പാർവതി, സുരേഷ് ഗോപി, ഭാര്യ രാധികയും മറ്റു ബന്ധുക്കളും വിശിഷ്ട വ്യക്തികളും വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ തന്നെ ചടങ്ങുകൾ പൂർത്തിയാക്കി ഗുരുവായൂരപ്പനെ വണങ്ങിയ ശേഷം 7 മണിയോടെ ഇവർ തിരിച്ചുപോയി. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ KP വിനയനും അതുപോലെ തന്നെ ഗുരുവായൂർ ടെമ്പിൾ SI കൃഷ്ണകുമാറിന്റെയും നേതൃത്വത്തിൽ വലിയ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. എൽദോ. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. മാളവിക ജയറാം വിവാഹിതയായി. നെന്മാറ സ്വദേശിയാണ് വരൻ. രാവിലെ പുലർച്ചെയായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ 1-ാം നമ്പർ വിവാഹവേദിയിൽ അവിടെ വിവാഹം നടന്നത്. കാളിദാസൻ ഉൾപ്പെടെ എല്ലാവരും സന്നിഹിതരായിരുന്നു. കുടുംബാംഗങ്ങൾ, അടുത്ത കുടുംബാംഗങ്ങളാണ് വിവാഹത്തിൽ പങ്കെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജയറാമും പാർവതിയും വിവാഹിതരായത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു. അവിടെ തന്നെയാണ് ഇപ്പോൾ മാളവിക ജയറാമിൻ്റെ വിവാഹവും നടക്കുന്നത്. എന്നാലും അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി ആലപ്പുഴയിൽ നിന്ന് ഇന്നലെ ശരണ്യ സ്നേഹജൻ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരുപക്ഷെ എല്ലാവരും